നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് നമ്മളെ അടയാളപ്പെടുത്തുന്ന പേരുകളെ സംബന്ധിച്ചാണ്. നമുക്കെല്ലാവർക്കും ഓരോരോ പേരുകളുണ്ട്. അതിലാണ് നമ്മൾ ജീവിതാവസാനം വരെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മരണശേഷവും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ആ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമ്മുടെ പേര് തുടങ്ങുന്ന അക്ഷരവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചില പ്രവചനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അവരുടെ സ്വഭാവത്തെ പറ്റിയും അവരുടെ ഭാവിയെ പറ്റിയും ഒക്കെ ചില പ്രവചനങ്ങൾ നടത്താനാകും. പേരിന്റെ ആദ്യാക്ഷരമായിട്ട് എസ് എന്ന അക്ഷരം വന്നു കഴിഞ്ഞാലുള്ള സ്വഭാവ സവിശേഷതകളെ പറ്റിയും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും പേരിന്റെ ആദ്യത്തെ അക്ഷരം എസ്സിലാണ് തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ മക്കളുടെ ആവാം, നിങ്ങളുടെ ആവാം, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആകാം. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ശരിയാണെങ്കിലും ഇല്ല എങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ആ ഒരു ജെന്യൂനിറ്റി തിരിച്ചറിയാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എസ് എന്ന ആൽഫബറ്റില് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വലിയ പ്രത്യേകതകളുള്ള ഒരു അക്ഷരം തന്നെയാണ് എസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ പേരുകൾ കാണപ്പെടുന്നത് എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ. ഒരുപാട് പേരുകളുണ്ട് എസ്സിൽ തുടങ്ങുന്നതായിട്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലെറ്ററുമാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേരിന്റെ ആദ്യാക്ഷരമായിട്ട് എസ് വന്നു കഴിഞ്ഞാൽ നിരവധി ഗുണങ്ങളും അതുപോലെ തന്നെ ചില ദോഷങ്ങളുമുണ്ട്. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒരു അക്ഷരമാണ് എസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളെ ശരിയായി അളക്കാനാവില്ല എന്നതാണ് എസ് എന്ന അക്ഷരത്തില് പേരുകൾ തുടങ്ങുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളെ പുകഴ്ത്തി എന്നും വരും, മറ്റുള്ളവർ താഴ്ത്തി എന്നും വരും. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നല്ലതായാലും ചീത്തയായാലും വളരെയധികം നിഷിദ്ധമായിരിക്കും, കുറിക്കുകൊള്ളുന്നതായിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാര്യത്തിലായാലും ഒരുപാട് സഹിക്കാനുള്ള ഒരു ക്ഷമയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാറില്ല എന്നതാണ് വാസ്തവം. ക്ഷിപ്രകോപികളുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിയന്ത്രണം വിടും. ഉള്ളിൽ സ്നേഹമുള്ളവരായിരിക്കും കൂടുതലായും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തവർ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും. ഒരേ സമയം വഴക്കാളിയും സമാധാനപ്രിയരുമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ. പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളില് ഒരുപാട് നന്മ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ അവരെ സാമ്പത്തിക നഷ്ടമോ വളരെ അധ്വാനമോ ഒന്നും നോക്കാതെ ഉത്സാഹത്തോടു കൂടി സഹായിക്കും. ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. പ്രത്യേകിച്ചും ഒരു ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ആണെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും. എസ്സിൽ തുടങ്ങുന്ന പേരില് എസ് ഒന്നുകൂടി ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. സഞ്ചാരപ്രിയരായിരിക്കും ഇവർ. വിദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെയുള്ളവരുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് ബാധ്യസ്ഥരുമായിരിക്കും. എസ്സിനോട് ചേർത്ത് ചില അക്ഷരങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് യു വന്നു കഴിഞ്ഞാലൊക്കെ വളരെ വിശ്വാസത്തോടെ അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനാകും. നല്ല അനുകമ്പ ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പുറപ്പെടുന്നവരായിരിക്കും. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസാക്ഷി ഉള്ളവരായിരിക്കും. അതേസമയം തന്നെ അവരുടെ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയുമില്ല. ഉദാഹരണത്തിന് അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും കഷ്ടപ്പാടുകളോ ജീവിത സാഹചര്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റു കൂട്ടുകാരുമായിട്ട് പങ്കിടാനായിട്ട് അവർ തയ്യാറാകില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലാക്കാനും കഴിയില്ല. തന്റെ ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക്
പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും അവർ അതേ കാര്യം തന്നെയാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. ഒരു ഘട്ടങ്ങളില് നിങ്ങളെ സഹായിച്ച പലരും തിരിച്ച് നിങ്ങളെ സഹായിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളില് ഇവര് അധികമായിട്ട് അഭിപ്രായ പ്രകടനത്തിന് തയ്യാറാകാറില്ല. ഇവർ വളരെ ലവബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. പ്രണയബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പ്രണയബന്ധങ്ങളില് വിള്ളലുകൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും വരാറുണ്ട്. അത് സക്സസ് ആയിട്ട് കല്യാണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. കൂടുതലും വിവാഹങ്ങളിൽ ചെന്നെത്തുന്ന ബന്ധങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഇക്കൂട്ടരിൽ കൂടുതലും സൗന്ദര്യ ആസ്വാദകരും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ഇടയില് വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രസരിപ്പും സൗന്ദര്യവും ഒക്കെ ഉള്ളവരായിരിക്കും ഈ ഒരു അക്ഷരത്തില് തുടങ്ങുന്നവര്. ഇവരെ ആരാധനയോടെ തന്നെ നോക്കുന്ന ആളുകൾ ചുറ്റുപാടും ഉണ്ടാകും. പലതരം കാര്യങ്ങളില് പ്രത്യേകതകള് ഇവർക്കുണ്ടായിരിക്കും. കലാപ്രവർത്തനങ്ങളിൽ ഇവർ വളരെയധികം മികച്ചു നിൽക്കും. ഇതിൽ എടുത്തു പറയേണ്ടുന്നത് സംഗീതത്തെ പറ്റിയാണ്. സംഗീതാഭിരുചി ഉള്ളവരായിരിക്കും ഇതിൽ കൂടുതൽ പേര്. അതേസമയം നയിക്കാനും നേതാവാകാനും കഴിവുള്ളവരാണ് കൂടുതൽ ആളുകൾ. സംരംഭകരാകാനായിട്ട് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇവരിൽ ഉണ്ടായിരിക്കും. സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ വളരെ മുന്നിലായിരിക്കും. സാഹിത്യം, അതുപോലെ ചിത്രരചന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും. പണമുണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഇവർക്ക് സ്വയം ഉണ്ടായിരിക്കും. അതിൽ അവർ കുറേയേറെ വിജയിക്കുകയും ചെയ്യും. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതില് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇവർക്കുണ്ടായിരിക്കും. അതേസമയം വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ഇവർ കാര്യങ്ങൾ നിർവഹിക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഭരണനിർവഹണവും ബിസിനസ് കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഒരു ലെറ്ററിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഇനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും ചിലരുടെയെങ്കിലും ജീവിതത്തില് ഭാര്യാഭർത്തൃ ബന്ധത്തില് വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പിണങ്ങി പിരിഞ്ഞു പോയി മാറി താമസിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകാം. പക്ഷെ വീണ്ടും അവർ ഒന്നിക്കുന്നത് നമുക്ക് കാണാനായിട്ടും സാധിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുടുംബജീവിതത്തില് മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ഇവര് പ്രകൃതിയോടൊക്കെ വളരെയധികം അടുത്തു നിൽക്കുന്നവരായിരിക്കും. ചെടികളോടും മൃഗങ്ങളോടും കൃഷിയോടുമൊക്കെ വളരെ താല്പര്യത്തോടു കൂടി പെരുമാറുന്നവരായിരിക്കും. സദാ വിജയം നേടുന്ന ഒരു ലെറ്റർ എന്ന നിലയിൽ തന്നെ എസ് വളരെ പ്രശസ്തമാണ്. എസ് എന്ന ലെറ്ററിൽ പേര് തുടങ്ങുന്നവർക്ക് എപ്പോഴും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുമെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതിനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ചങ്കൂറ്റമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. അതുപോലെ തന്നെ സ്നേഹമുള്ളവരും ലോലഹൃദയരുമായിരിക്കും. ഇവർക്ക് ദൈവവിശ്വാസം ഉണ്ടാകും. അടിയുറച്ച ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ജീവിതത്തിൽ വിജയിക്കുന്നത്. തിരിച്ചടികൾ വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തളർന്നു പോകില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ നല്ല നർമ്മബോധമുള്ളവരായി അവരോട് അടുത്തു നിൽക്കുന്നവരെ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ഇക്കൂട്ടരെ വളരെയധികം അധ്വാനശീലരായിരിക്കും. നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലുമൊക്കെ വളരെയധികം അധ്വാനശീലതയുള്ള മടിപിടിക്കാത്ത ഒരാളായിട്ട് അറിയപ്പെടും. അതേസമയം ഇവര് വളരെ ബുദ്ധിമാന്മാരുമായിരിക്കും. ഇവരുടെ സംസാര രീതി കണ്ട് മറ്റുള്ളവർ ഇവരിലേക്ക് ആകൃഷ്ടരാകും. അല്ലെങ്കിൽ മറ്റുള്ളവരെ പാട്ടിലാക്കാൻ ഇവരുടെ സംസാര ശൈലി കൊണ്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാനായിട്ട് ഇവർ മറ്റുള്ളവരെ ഉപയോഗിക്കാറില്ല എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇവരിൽ നിന്ന് പല സഹായങ്ങളും മറ്റുള്ളവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു അത്യാവശ്യ ഘട്ടത്തില് പലപ്പോഴും ആരും എത്താത്ത ഒരു സാഹചര്യം ഇവർ അനുഭവിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഒഴിച്ച് മറ്റുള്ളവർ പലപ്പോഴും ഇവരോട് അങ്ങനെ കാണിക്കാറുണ്ട്. കുടുംബത്തിൽ തന്നെ പലപ്പോഴും ഇവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നന്മയും ബുദ്ധിയും ഒക്കെ ഉള്ളവരാണ് എങ്കിലും ചില സമയങ്ങളിൽ ചില സംസാരം കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളാക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കാറുണ്ട്. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലുമൊക്കെ ആർഗ്യൂ ചെയ്ത് അവരെ ശത്രുക്കളാക്കി മാറ്റും. ആരോടും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാനും ശത്രുക്കളായി നിലനിർത്താനും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനും
സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് ഇവരുടെ ആഗ്രഹം. ഇനി ഇവരിലെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് അധ്വാനിച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഇവർക്ക് പോലും ആവശ്യത്തിന് കയ്യിൽ പണമില്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത്, അതുപോലെ തന്നെ പണമുണ്ടായിട്ടും ആവശ്യങ്ങൾക്ക് ഉപകരിക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ പണം മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇല്ലാതായി പോകുന്ന സാഹചര്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കാറുമുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും അതോടൊപ്പം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം ഇവരിൽ ഉണ്ടാകാറുണ്ട്. ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് അങ്ങനെയൊരു ജീവിതം ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത്. എന്നാൽ അതിനായിട്ട് ഒരല്പം കാത്തിരിക്കേണ്ട സാഹചര്യം ഇവർക്കുണ്ടാകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ് വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും പ്രതികൂലമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ വന്നിട്ട് അത് നഷ്ടമായിട്ട് തീരുന്ന ഒരു സാഹചര്യവും ഇവർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നീട് കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ യാദൃശ്ചികമായിട്ട് ലഭിക്കുന്ന ചില സഹായങ്ങളിലൂടെയും നിങ്ങൾ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് എന്ന അക്ഷരത്തില് പേര് തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവ പ്രകൃതം അല്ലെങ്കിൽ ജീവിത രീതി, ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഇനി ഏത് അക്ഷരത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് എന്നുകൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.